പിന്നെ പിന്നെ പറയാനുള്ള വെച്ചാൽ ഇത് നമ്മൾ മദേഴ്സാണ് കൂടുതൽ സഫറിങ്. ഫാദേഴ്സ് ഇല്ല എന്നല്ല, അവർക്ക് എന്തായാലും ജോലിക്ക് പോകണം. ജോലിക്ക് പോകുന്ന സമയത്ത് അവർ സ്ട്രെസ് റിലീഫാവും. അപ്പം നമ്മളെ പോലത്തെ കുട്ടികളില്ല അമ്മമാർക്ക് ഒരു MBBS പഠിച്ച ആൾക്കാരുണ്ട്, ഡെന്റിസ്റ്റിലെ ആൾക്കാരുണ്ട്. എൻ്റെ പരിചയത്തിൽ തന്നെ എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ജോലിക്ക് പോകാത്ത സാഹചര്യം, എന്ത് സാഹചര്യം? നമ്മളെ എൻവയോൺമെൻറ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, മേ ബി നിങ്ങളെ സപ്പോർട്ടറായിട്ട് നിങ്ങളെ പാരൻസ് ഉണ്ടാവാം, മേ ബി നിങ്ങൾ വേറെ തന്നെ ഷിഫ്റ്റ് ചെയ്ത് താമസിക്കുന്നവരായിരിക്കാം. അപ്പം നിങ്ങൾ എന്താക്കുക, ഇപ്പം ഞാൻ ചെയ്ത പോലെ ഒരു കെയർ ടേക്കറിനാക്കുക. അപ്പോൾ കെയർ ടേക്കറിനാക്കാൻ വേണ്ടിയിട്ട് അഫോർഡബിൾ അല്ലായിരിക്കും എന്ന് പറയും. നമ്മളാണെങ്കിൽ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് കടം വാങ്ങിയിട്ടും അതുപോലെ തന്നെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടും അവിടുന്ന് ഇവിടുന്നും നമ്മൾ ഗോൾഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഈ മക്കളെ നോക്കുന്നത്. ആ ഒരു ചിലവും ഇല്ല കെയർ ടേക്കറിനെ ഒരു പിന്നെ ഒരു ഏജിനാക്കുക, ഒരു 3-4 അല്ലെങ്കിൽ ഒരു 6-8 hours ഒരാളാക്കുക, ജോലിക്ക് പോവുക അല്ലെങ്കിൽ പഠിക്കാൻ പോവുക. കാരണം നിങ്ങൾ ബ്രേക്ക് എടുത്താലേ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് നിങ്ങളെ മക്കളെ നോക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഹെൽത്തി ആയിട്ട് വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ മോളെ നോക്കാൻ എൻ്റെ പാരൻസ് പിന്നെ കെയർ ടേക്കറിനാക്കി തന്ന പിന്നെയാണ് ഞാൻ ഒരുപാട് മാറാൻ തുടങ്ങിയത്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എപ്പോൾ ആൻസൈറ്റിയാണ്, എനിക്ക് ഭയങ്കര ആൻസൈറ്റിയാണ്, ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പം ഞാൻ ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഇരുട്ടിൻ്റെ വേൾഡിൽ നിന്ന് ഒരു പുറം വെളിച്ചത്തേക്ക് വരുമ്പോൾ എൻ്റെ ഒരു അനുഭൂതിയില്ല, അത് ഭയങ്കര നമ്മൾ മനസ്സിൽ ഒരുപാട് ഇരുട്ടാണ് ഉണ്ടായത്. കാരണം ഡെലിവറി കഴിഞ്ഞ് ഇവള് ഈ ഒരു സ്റ്റേജിൽ എത്തുന്നവരെ ഇവക്ക് എന്താ മാറ്റമുള്ളതെന്ന് വെച്ചാൽ ഇവക്ക് ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെ കുട്ടികൾക്ക് ഇതുപോലെ ഡോക്ടർമാർ ഇതിനൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞ മക്കളെ പാരൻസിനോട് എസ്പെഷ്യലി പറയുന്നത്, അവർക്കൊരു മാറ്റം വരില്ല. പക്ഷെ നിങ്ങൾ മാറണം, നിങ്ങൾക്ക് ജീവിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ബൈ.